Hi friends, once again welcome back to EduTutor. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MG10 ബ്ലോക്ക് 6 യൂണിറ്റ് 3 ആണെന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ടെറി ഈഗിൾട്ടൺ argues that F.R. Leavy's approach to literature is still influential among students today. Leavy's emphasized close reading, more earnestness, and evaluating literature for its life-affirming qualities. However, this approach can prioritize subjective feelings and moral judgment over historical context theory and social and political dimensions. One of the problems with Levy's approach is that it focuses too much on individual moral judgment rather than understanding the broader context. It treats literature as timeless and universal, ignoring historical and cultural differences. Additionally, it emphasizes a narrow, elite canon of great literature, which can be limiting and exclusive. ടെറി ഈഗിൾട്ടൺ അദ്ദേഹം F.R. ലെവിസിനെ കുറിച്ചിട്ട് വളരെ മനോഹരമായിട്ട് അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ലെവി എങ്ങനെയാണ് അദ്ദേഹം ലിറ്ററേച്ചറിനെ നോക്കിക്കാണുന്നത്, അത് സ്റ്റുഡൻസിന് വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആകും. എന്താണ് ലെവിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ലിറ്ററേച്ചറിൽ കൂടുതലായിട്ടും ക്ലോസ് റീഡിങ്, അതുപോലെ മോറൽ ഏർണസ്റ്റ്നെസ്, ഇവാലുവേറ്റിംഗ് ലിറ്ററേച്ചർ ഫോർ ഇറ്റ്സ് ലൈഫ് അഫേമിംഗ് ക്വാളിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെയാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നത്. എന്നാൽ ക്രിട്ടിക്സിനെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്സ് എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തിരുന്നത് ലെവിയുടെ ഒരു ലിറ്ററേച്ചറിനെ അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കൂടുതലായിട്ടും ഇൻഡിവിജ്വൽസിൻ്റെ മോറൽ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. ഒരു ബ്രോഡർ ടെക്സ്റ്റിൽ അദ്ദേഹം മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഇദ്ദേഹം ഹിസ്റ്റോറിക്കലും കൾച്ചറലുമായിട്ടുള്ള ഡിഫറൻസസിനെ ഒന്നും അദ്ദേഹം ഇഗ്നോർ ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിനൊന്നും അദ്ദേഹം കെയർ കൊടുത്തിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ലിറ്ററേച്ചർ പഠനത്തെ ക്രിട്ടിക്സിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം അത് വളരെ എന്താ പറയുക നാരോ തിങ്കിങ് ആണ് എന്നാണ് അവരുടെ ഒരു അഭിപ്രായം. To resist Levy's influence, students can use theoretical frameworks like feminism, post-colonialism, or structuralism to understand how texts produce meaning and interact with the power structures. Prioritizing historical context is also crucial, as it helps ground texts in their social and political context. Being aware of one's own biases is also important, recognizing that taste in literature is culturally and historically conditioned. ഇവിടെ ഈഗിൾട്ടൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അപ്രിസിയേഷൻ അല്ല നടത്തുന്നത്, മറിച്ച് ഒരു മോക്കിംഗ് സ്റ്റൈലാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അപ്രിസിയേഷൻ ചെയ്യുന്ന രീതിയിൽ മോക്കിംഗ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇദ്ദേഹം ധാരാളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിനെ എന്നുള്ള നിലയ്ക്ക്. പക്ഷേ എങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ് ഈഗിൾട്ടണിനെ സംബന്ധിച്ചിടത്തോളം അത് റെസിസ്റ്റ് ചെയ്യേണ്ട ഒന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനായിട്ട് സ്റ്റുഡൻസ് ഫെമിനിസം, പോസ്റ്റ് കൊളോണിയലിസം, സ്ട്രക്ചറലിസം ഇതിനൊക്കെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും അതിനൊന്ന് ഇൻട്രാക്ട് ചെയ്ത് അതിൻ്റെ മീനിങ്ങിലോട്ട് എത്തിപ്പെടണം എന്നും കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ ലെവീസിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലിറ്ററേച്ചറിൻ്റെ രീതി പ്രകാരം ഹിസ്റ്റോറിക്കലി കൂടുതലായിട്ടും ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലിറ്ററേച്ചർ നമ്മൾ നോക്കിക്കാണുക അല്ലെങ്കിൽ എഴുതുക എന്ന് പറയുന്നത് അത്രയ്ക്കും ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് അദ്ദേഹം കാണുന്നില്ല. കാരണം അതിനൊത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറയുന്നത്. അതേസമയം ഇൻഡിവിജ്വൽസിനെ കുറിച്ചിട്ട് എഴുതുക എന്ന് പറയുന്നതിലൊരു വലിയ പ്രാധാന്യം ഇദ്ദേഹം കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അതൊരു ടേസ്റ്റായിട്ട് റെക്കഗ്നൈസ് ദാറ്റ് ടേസ്റ്റ് ഇൻ ലിറ്ററേച്ചർ ഇസ് കൾച്ചറലി ആൻഡ് ഹിസ്റ്റോറിക്കലി കണ്ടീഷൻഡ്. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു പ്രവണതയായിട്ടാണ് ഇദ്ദേഹത്തിന് തോന്നിയിരുന്നത്. Diversifying the canon is another way to move beyond Levy's limitations. Engaging with the literature from diverse cultural backgrounds, historical periods, and genres can broaden one's understanding of what literature can be. Finally, connecting literature to the real world can help show how it relates to broader social and political issues, rather than treating it as an isolated spiritual pursuit. By adopting these approaches, students can develop a more nuanced and informed understanding of literature that moves beyond Levy's limitations.
This can lead to a richer and more inclusive understanding of literature and its role in society. ഇതിനായിട്ട് കാനൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സിലത്തെ കാനൻ അവരുടെ ഹിസ്റ്റോറിക്കൽ പീരിയഡ്സ് ഇതൊക്കെ തന്നെ പഠിക്കുകയാണെങ്കിൽ ലിറ്ററേച്ചറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒരു ബിയോണ്ട് നമുക്ക് മനസ്സിലാക്കി അതിനോട് ഒരുമിച്ച് പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ഈ ലിറ്ററേച്ചറിനെ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആകട്ടെ ഈ ഒരു സ്പിരിച്വാലിറ്റിനെക്കാട്ടൊക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. പൊളിറ്റിക്കലുമായിട്ട് എങ്ങനെയാണ് വ്യക്തികൾ ബന്ധം നമ്മുടെ ഒരു റിലേഷൻ എന്താ പറയുക പൊളിറ്റിക്സുമായിട്ട് കൂടുതലായിട്ടും ബന്ധം സ്ഥാപിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മുഖേന നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ടെൻഷൻസ്, അതുപോലെ തന്നെ അതിനോടുള്ള ഒരു പൊളിറ്റിക്സിനോടുള്ള ഒരു 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 ഇൻറ്റിമസി ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ മനസ്സിലാക്കാനായിട്ട് ലിറ്ററേച്ചറിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് ഹിസ്റ്ററി പഠിക്കണമെന്നല്ല, മറിച്ച് നിലവിലുള്ള സാഹചര്യങ്ങളുമായിട്ട് ലിറ്ററേച്ചർ എഴുതി പോകണമെന്നാണ് ലെവി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ലെവിയുടെ റൈറ്റിങ്സ് അതിപ്പോൾ സ്റ്റുഡൻസിന് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഒട്ടും തന്നെ നഷ്ടമാകില്ല എന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടുള്ള സ്റ്റുഡൻസ് അതുമായിട്ട് മനസ്സിലാക്കാനും അത് കൂടുതലായിട്ട് പഠിക്കും തോറും അവർക്ക് കുറച്ചും കൂടി ബ്രോഡ് മൈൻഡ് ഉണ്ടാകുമെന്നാണ് ലെവി അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വീഡിയോ. ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇനി അടുത്തതായിട്ട് ഏത് വീഡിയോ ഞാൻ ഇടണം എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, അതനുസരിച്ചിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.